കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചു. അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോ മേഖലകളിലാണ് പരിശോധന നടത്തുന്നത്. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ നാളെ ക്യാമ്പ് നടക്കും. വിലങ്ങാട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എങ്ങനെയാണ് ഈ പരിശോധനയുടെ പുരോഗതി? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, കഴിഞ്ഞ 30-ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വലിയ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 60-കാരനായ മാത്യുവിന് ജീവൻ നഷ്ടമായി. അതോടൊപ്പം തന്നെ 14 വീടുകൾ ഒഴുകിപ്പോവുകയും 112 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാഗികമായി തകർന്ന നിരവധി വീടുകളുമുണ്ട്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ നിയോഗിച്ചിട്ടുള്ള 6-അംഗ വിദഗ്ധ സംഘം അത് 4 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ വീടുകളിൽ എത്രമാത്രം വാസയോഗ്യമാണ് എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടും അതുപോലെ തന്നെ മരങ്ങൾ വീണും പാറക്കൂട്ടങ്ങൾ അടിഞ്ഞുമൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ നീക്കം ചെയ്താൽ ആ വീടുകൾക്ക് മറ്റേ തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അവർ താമസിക്കാൻ കഴിയുമോ, അതുപോലെ അതിൻ്റെ തറയുടെ ഉറപ്പ്, അതുപോലെ ചുമരിൻ്റെ ഉറപ്പ്, മേൽക്കൂരയുടെ ബലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംഘം പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഈ മാസം 19-നകം തന്നെ ജില്ലാ കലക്ടർക്ക് കൈമാറും എന്ന കാര്യം കൂടി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനയാണ്. അതിനുശേഷമായിരിക്കും ഇവരുടെ പുനരധിവാസ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞച്ചീളി മേഖലയിലാണ്. ഇവിടെ എനിക്ക് തൊട്ടുപിറകിലായിക്കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ ഈ അപകടം നടന്നിട്ട്, ഈ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 ദിവസം പൂർത്തിയാവുകയാണ്. ഏതാനും ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഏതാനും പേർ ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒഴുകിപ്പോയ നിരവധി സാധനങ്ങളുണ്ട്. അതിൽ ഏതാനും സാമഗ്രികളൊക്കെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഏതാനും വസ്തുക്കളാണ് അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെല്ലാം തന്നെ അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും അതിൽ ഏതാനും സാമഗ്രികളൊക്കെ തന്നെ അവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമം ഏതാനും പേര് നടത്തുന്നുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ ബീന ചേരുന്നുണ്ട്. ബീന ചേച്ചി, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ഒരു 27 വർഷമായി ഒരു കാറ്ററിംഗ് സെൻറ്റർ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉരുൾപൊട്ടുന്നതിന് തലേദിവസം തന്നെ ഞങ്ങൾക്ക് വർക്കുണ്ടായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 10:30 ഒരു 1:15 ആയപ്പോഴത്തേനും ഫോൺ കോൾ വന്നതനുസരിച്ച് ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേനും ഞങ്ങളുടെ ബാക്ക് വശം ഉണ്ടായിരുന്ന കാറ്ററിംഗ് സെൻറ്റർ കംപ്ലീറ്റ് ഒഴുകിപ്പോവുകയത്. ഞങ്ങൾക്ക് അതിനകത്തൊരു 6-7 ലക്ഷം രൂപയുടെ സാമഗ്രികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മിക്സി, അതുപോലെ ഫ്രിഡ്ജ്, 2 ഗ്രൈൻഡർ, അതുപോലെ നമുക്കൊരു കാറ്ററിംഗ് സെൻറ്ററിന് ആവശ്യമായ 10-40 ചെരുവങ്ങൾ, അതൊക്കെ നമുക്കൊരു കാറ്ററിംഗ് സെൻറ്ററിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും, ഒരു സ്പൂൺ പോലും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടില്ല. എല്ലാം കംപ്ലീറ്റ് ഒഴുകിപ്പോയി. ഞങ്ങളുടെ വീടിന് കേടുപാടൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ വശം കൂടിയാണ് ഉരുൾ വന്നത്. അപ്പോൾ സെൻറ്റർ മൊത്തം എടുത്തുപോയി. ഞങ്ങളിനി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. വീടിൻ്റെ ഈ മുകൾ ഭാഗം ഉൾപ്പെടെ വീടിൻ്റെ 2-ാം നിലയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എന്താ സർക്കാർ തീരുമാനിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ പുനരധിവാസം ഉണ്ടോ അതെയോ ഞങ്ങൾ ഇവിടുന്ന് ഒഴിപ്പിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. വീടിൻ്റെ കുറേ ഭാഗങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്. മോൾ നിലയിലെ കുറേ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊന്ന് പോസ്റ്റ് ഒടിഞ്ഞു, പെരയുടെ മുകളിലോട്ട് വീണു. പിന്നെ ഒരു വലിയൊരു പ്ലാവ് ഒടിഞ്ഞു വന്ന് അതിൻ്റെ മുകളിലോട്ട്, ഷീറ്റിൻ്റെ മുകളിലോട്ട് വീഴുകയില്ലേ. ഞങ്ങളൊരു 37 പേര് അന്നേരം വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് താഴ്ഭാഗത്തോടെ ഒരു 15 വീടുണ്ട്. അവരെല്ലാവരും സുരക്ഷിതരായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ ദിവസമാണ് ഇറക്കി മാറ്റി. മുറ്റത്തു നിന്ന് തന്നെ ഒരു 103 ലോഡ് ടിപ്പറിന് തന്നെ മണ്ണ് ഞങ്ങളുടെ മുറ്റത്തു നിന്ന് തന്നെ കോരി. പിന്നെ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇത് വലിയ പാറകളൊക്കെയാണ് ഞങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്നത്. എല്ലാം ഇവിടുന്ന് JCBക്ക് വലിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ആക്കിയെടുക്കണമെങ്കിൽ 1 മുതൽ ഞങ്ങൾക്ക് തുടങ്ങണം. ബീന ചേച്ചി പറഞ്ഞതുപോലെ വലിയ ഒരു ദുരന്തമാണ്. ഒരുപാട് കുടുംബങ്ങൾ ഈ വിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിൽ ഏതാനും പേർ ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ ബന്ധു വീടുകളിലുമാണ് ആളുകൾ കഴിയുന്നത്. അവിടെ ഒരു പുനരധിവാസം എന്നുള്ളതാണ് സർക്കാരിനുള്ള വലിയ ഒരു അജണ്ട, വലിയൊരു കടമ്പയായിക്കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള 4-അംഗ ദുരന്ത നിവാരണ സേനയുടെ ഭാഗം കൂടിയായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട്. ജിയോളജിസ്റ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം കൂടി ഈ മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരും വൈകാതെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക. പുനരധിവാസം സംബന്ധിച്ചുള്ള നടപടികൾ ഈ പഠനങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഏതായാലും വലിയ ഒരു ആശങ്കയോടുകൂടെ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. ഇവിടെ പുനരധിവാസം വേഗം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് വിലങ്ങാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.